ഹലോ അസ്സാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണ്. എൻ്റെ കസിൻ്റെ മാരേജാണ് കേട്ടോ ഈ വരുന്ന ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടൊരു ബ്രൈഡ് ടു ബി എന്ന് കൊടുക്കുക വിചാരിച്ചു കേട്ടോ. കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ നമ്മൾ 5:30 ആയപ്പോൾ അവരുടെ വീട്ടിലെത്തി. കാരണം മക്കളൊക്കെ സ്കൂളിട്ട് വന്ന ആ ഒരു ടൈം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചത്. ഈ ഒരു ബ്രൈഡ് ടു ബിക്ക് ഞങ്ങൾ ഡ്രസ് കോഡും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അതൊക്കെ ഇട്ട് വന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ എത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഓരോ സാഹചര്യം കൊണ്ട്. നമ്മളുള്ളവരൊക്കെ ഏതായാലും നല്ല അടിച്ചു പൊളിച്ചു. ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഫോട്ടോസൊക്കെ കുറച്ച് എല്ലാവരും എടുത്തു. പിന്നെയാണ് നമ്മൾ ആ ഒരു ബ്രൈഡ് ട്യൂബിൻ്റെ ഡെക്കോറൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ഈ ഒരു ബ്രൈഡ് ട്യൂബിൻ്റെ ഡെക്കോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. വേഗം തന്നെ പിന്നെ എല്ലാവരും ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് മുറ്റത്ത് അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യമൊക്കെ ചെയ്തു കേട്ടോ. കാരണം ഇരുട്ടാണതിനനുസരിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ആ ക്ലാരിറ്റിയും ആ വെളിച്ചം കുറവ് കാരണം വേഗം തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കി. അപ്പോൾ എല്ലാവരും കൂടി സ്പീഡായപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഡെക്കോർ ചെയ്ത് വെച്ചു കേട്ടോ. ഈ ഡെക്കോർ ചെയ്ത സാധനങ്ങളും യെല്ലോ ആൻഡ് വൈറ്റ് തീമിൽ തന്നെ ആയിരുന്നു നമ്മൾ ആ ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയപ്പോൾ ചൂസ് ചെയ്തത്. പിന്നെ അതിനുശേഷം എല്ലാവരും കൂടി പിന്നെ ഒപ്പരിരുന്ന് ചായ കുടിച്ചതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യാൻ പോയത്. എല്ലാ കസിൻസും ഒത്തുകൂടിയാൽ നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ ഈ ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും നമ്മൾ ഇന്ന് ബുധനാഴ്ച ആയിരുന്നു ഈ ഒരു ഫംഗ്ഷന്. വ്യാഴവും വെള്ളിയൊക്കെ ഇവിടെ നമ്മൾ മെഹന്തി നൈറ്റും അറബിക് നൈറ്റൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന്. ഇൻഷാ അല്ലാ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തത് യെല്ലോ ആൻഡ് വൈറ്റ് തീമിൽ തന്നെ ആയിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കും അതുപോലെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ എല്ലാ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ പ്യൂട്ടിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഇതാണ് ആയിഷ, ഇവളുടെ കല്യാണമാണ്. അപ്പം പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. ആദ്യം തന്നെ ആ ബ്രൈഡ് ട്യൂബിൻ്റെ സാഷ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു ആ ബ്രൈഡ് ട്യൂബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെക്സ് വെച്ച് എടുത്ത് പിന്നെ അതിന് ശേഷം ഒരു ഫ്ലവറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി. നല്ല ആ ഒരു ടൈം സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ. പിന്നീട് എല്ലാവരും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ മാറി മാറി. കാരണം നമുക്കറിയില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ പിന്നെ ഫോട്ടോസ് ഇല്ലാത്തൊരു പരിപാടിയില്ല ഇപ്പോൾ. പക്ഷേ അതൊക്കെ ഒരു രസമാണ്. കാരണം ഒരു മെമ്മറിയാണ്, നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ നോക്കാനും കാണാനൊക്കെ പറ്റിയ ചില മൊമെൻറ്റ്സൊക്കെ തന്നെയാണ് അത്. പിന്നെ അവൾ കേക്കൊക്കെ കട്ട് ചെയ്തു, നമ്മൾ കേക്കൊക്കെ കഴിച്ചോട്ടെ. നല്ല അടിപൊളി കേക്കായിരുന്നു. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ച് കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും അതിനുശേഷം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. ഏകദേശം ഒരു 9 മണിയായിരുന്നു കേട്ടോ. അവിടുന്ന് വീട്ടിലേക്ക് നമ്മൾ പോരുമ്പോൾ 9:30 ആയിരുന്നു വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ പിറ്റേന്നും പോകണം. കാരണം നമ്മൾ മെഹന്തി നൈറ്റ് അവിടെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.